ഡോക്ടർ വന്ദന കൊലക്കേസിൻ്റെ വിധി ഇന്നലെ വന്നു. ഈ വന്ദന കൊലക്കേസ് ആരുടെ കൊട്ടേഷനായിരുന്നെന്ന് ആരും ആ ലൈനിൽ അന്വേഷിച്ചിട്ടില്ല. ഇതുവരെ ഒരിക്കലും സംഭവിക്കാത്തതാണ് അന്ന് നടന്നത്. നമ്മളൊരു നറേറ്റീവ് കേട്ടാൽ അതിൻ്റെ പുറകെ ഈ കാള പറ്റുന്ന കേൾക്കുമ്പോൾ കയറെടുത്തുകൊണ്ട് പോകുന്ന പോലെ. ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ആ കേസ് വന്നില്ലേ, അവർ പീഡനമില്ല ഒന്നുമില്ലാഞ്ഞിട്ട് പോലും എന്തോ മഹാസംഭവം നടന്ന മട്ടിലാണ് എല്ലാവരും പോയത്. കുറേ ആൾക്കാരും മറ്റേ മീഡിയയും എന്ന് പറഞ്ഞാൽ വന്ദന ഒരുത്തൻ രാത്രിയിൽ പോലീസുകാർ കൊണ്ടുവരുന്ന മെഡിക്കൽ പരിശോധനയ്ക്ക് അവൻ വയലൻ്റ് ആവുന്നു, ആക്രമിക്കുന്നു. 4 പോലീസുകാർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. ഇത് വിശ്വസിക്കാൻ പറ്റും? ഞാനെന്നാ പറഞ്ഞു, ഇത് ആരുടെയോ കൊട്ടേഷനാണ്. മിക്കവാറും അവിടുത്തെ ഏതെങ്കിലും ഡോക്ടർമാർ ഡോക്ടറിൻ്റെ വന്ദനയുടെ അടുത്ത് ഫേവർ എന്തെങ്കിലും ചോദിച്ചു, അത് കൊടുക്കാതിരുന്നപ്പോൾ അയാളെ കോൺസ്പയർ ചെയ്ത ഒരു പ്ലാൻ. അപ്പോൾ അതിനെപ്പറ്റി ഒരാളെ അയാൾക്ക് ആരോ പറഞ്ഞു കൊടുത്തു. അവനൊരു 6 മാസം മുമ്പേ സമനില തെറ്റിയവരുടെ മാനസിക രോഗികളുടെ മരുന്നുകളൊക്കെ മേടിച്ച് കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് രാത്രി കിടന്ന് ഭയങ്കര ബഹളം എന്താ പറയുന്നത്, എന്നെ ആരോ കൊല്ലാൻ വരുന്നത്, എന്നെ ഉടനെ മെഡിക്കൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഈ കൊല്ലാൻ വരുന്നവനെ ഇന്ന് പേടിക്കുന്നവനെ ആശുപത്രിയിലെല്ലാം കൊണ്ടുപോകുന്നത്, അവന് സംരക്ഷണമല്ല കൊടുക്കുന്നത്. അവനെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയാൽ മതിയോ. അപ്പോൾ പോലീസുകാർ ഇവനെ പിടിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് 3-4 മണിക്കൂർ അവിടെ വെച്ച് വെളുപ്പാങ്കാലത്ത് 4 മണി വരെ അവിടെ വെച്ചു. അപ്പം 4 മണിയുടെ സമയത്ത് ഈ രാത്രി ഡ്യൂട്ടി ഉള്ളവരെല്ലാവരും ഒരു മയക്കത്തിലായിരിക്കും. അപ്പോൾ ആരും അവിടെ കൂടുതൽ പുറമേ നിന്ന് ഓടി വരാൻ സാധ്യതയില്ല. ആ സമയം നോക്കി അവിടെ കൊണ്ടുപോയിരുന്നു, ഇതുപോലെ തിരക്കഥ പോലെ ആക്രമിക്കുന്നു, കൊല്ലുന്നു. പോലീസുകാർ സാക്ഷി പ്രതിയെ അന്നേരം പിടിച്ചു. പിന്നെ അന്വേഷണത്തിൻ്റെ ആവശ്യമേ. എന്നിട്ട് ആ കേസ് കുറച്ച് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ചിന് കൊടുത്തു. എന്താ ഈ ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നതിന് ഉദ്ദേശം? ക്രൈംബ്രാഞ്ചിന് SITക്കും ഒക്കെ ഉണ്ടാക്കുന്നത് ബേസിക്കലി ഒരു കേസിനെ തേച്ച് മാറ്റി കളയാനോ വേണ്ട വളഞ്ഞ വഴിയിൽ കൂടി അത് കൊണ്ടുചെല്ലാനോ വേണ്ടിയാണ്. ഇപ്പോൾ സ്വർണ്ണക്കടത്തിൻ്റെ SIT വന്നു, എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നില്ല. എന്ന് പറഞ്ഞ പോലെ ഈ ക്രൈംബ്രാഞ്ചിന് കൊടുത്താൽ ചില കേസുകൾ തെളിയിക്കാനും ആവശ്യത്തിന് കൊടുക്കും, ചിലത് ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യും. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇപ്പോൾ വിധി വന്നപ്പം 30 വർഷത്തേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര വിധിയാണ്. ഇത് ഹയർ കോടതികളിൽ പോയാൽ രക്ഷപ്പെടേണ്ട പഴുതുകൾ അതിൻ്റെ അകത്ത് പ്രതിയുടെ വക്കീൽ. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഒരു കാര്യം, ഈ പ്രതിയുടെ ഫോൺ കോളും SHOയുടെ ഫോൺ കോളും ഒക്കെ ഒരു 2 മാസത്തെ പരിശോധിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്തെ ഈ പോലീസിൻ്റെ കള്ളക്കളി പുറത്തു വരുമായിരുന്നു. വെളുപ്പം കാലത്ത് 4 മണിക്ക് പ്രതിയെ മെഡിക്കൽ